NSS നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ല എന്നാണ് വെളിപ്പെടുത്തൽ. പശ്ചിമ ബംഗാൾ ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപ് മന്നം സമാധിയിൽ എത്തിയപ്പോഴായിരുന്നു അവഗണന നേരിട്ടതെന്നും CV ആനന്ദബോസ് പറഞ്ഞു. ഡൽഹിയിൽ സംഘടിപ്പിച്ച മന്നം അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ടായി. അത് നിങ്ങളുമായി തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം ഗ്രാമപ്രദേശത്ത് പഠിച്ചു വളർന്ന ഞാനാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. ദൈവാനുഗ്രഹം കൊണ്ട് കരയോഗത്തിൽ നിന്ന് കിട്ടിയ ശിക്ഷണം കൊണ്ട് IAS കിട്ടി. ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനന്തബോസ് ഒന്ന് കാണണം. അത് അദ്ദേഹം വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, I want you to take over as the governor of West Bengal. വെറുതെ ഇരുന്ന് എന്നെ വിളിച്ച് പറയുകയാണ്. എന്നെ അതിന് ആ സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചത് ആരാണ്? കരയോഗമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു അപേക്ഷ ടെലിഫോണിൽ NSSൻ്റെ നേതൃത്വത്തെ അറിയിച്ചു. NSS ജനറൽ സെക്രട്ടറി അറിയിച്ചു. എനിക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്താചാര്യൻ്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തണമെന്ന്, പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമായി. ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യൻ്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അവകാശമാണോ?